കർത്താവിന് മഹത്വം. प्रभु को महिमा मिले. വീണ്ടും നാസിക്കിലുള്ള വിശുദ്ധരോടുകൂടെ വചനം പങ്കിടുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. फिर से नासिक की पवित्र लोगों के साथ प्रभु का वचन बांटने के लिए प्रभु ने अवसर बनाकर दिया, उसके लिए प्रभु को धन्यवाद देते हैं. വചനത്തിന്റെ അനുഗ്രഹം നമ്മുടെ കർത്താവ് വരുന്നത് വരെയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയോ നമ്മളിൽ നടക്കേണ്ട തുടർമാനമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. प्रभु का वचन के द्वारा जो मिलने वाला आशीष जो है वो हम ये दुनिया से अपन मृत्यु के द्वारा अलग होने तक नहीं तो प्रभु का आगमन तक हमारे जीवन में होने वाला एक कार्य. നമ്മൾ ഭൗമികമായി വായു ശ്വസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യം പോലെ തന്നെയാണ് തിരുവചന ധ്യാനം, തിരുവചനം വായിക്കുന്നത്, ഗ്രഹിക്കുന്നത്. ആത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. हम जब दुनिया की यात्रा में हमें हमारा जीवन बनाए रखने के लिए हम श्वास लेते हैं, खाना खाता है, उसी प्रकार हमारा आत्मीय जीवन बनाए रहने के लिए हम प्रभु का वचन को सुनना, ध्यान करना ये बहुत जरूरी बात है. इसलिए बहुत प्रार्थना के साथ प्रभु के वचन के सामने हम बैठेंगे. ഇന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ അനുഗ്രഹങ്ങൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. आज प्रभु के साथ का संगति में मिलने वाला आशीषों के बारे में ध्यान करने के लिए चाहता है. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളത് ദൈവവുമായുള്ള കൂട്ടായ്മയിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. हानोक परमेश्वर के साथ चला, उसका मतलब है कि वो परमेश्वर के संगति में बना रहा. ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അറിവിന് അപ്പുറത്തുള്ള വലിയൊരു കാര്യമാണ്. प्रभु के साथ का संगति बोलेगा तो हमारा समझ से परे है. കാരണം ഈ സർവ്വത്തിന്റെയും സൃഷ്ടികർത്താവുമായി തന്റെ ഒരു സൃഷ്ടി സംസാരിക്കുക, കൂട്ടായ്മ പുലർത്തുക, ആശയവിനിമയം ചെയ്യുക എന്നുള്ളത് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും അത്യുന്നതമായ പദവിയാണ്. हमारे जीवन में हमको ये दुनिया में मिलने वाला परमेश्वर के साथ, सारा सृष्टि का सृजनकार परमेश्वर के साथ मिलने वाला एक संगति बोलेगा तो सबसे श्रेष्ठ बड़ा ये पदवी है. ദൈവം നമ്മളോട് സംസാരിക്കുകയും നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നതിനെയാണ് കൂട്ടായ്മ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. जब परमेश्वर हमसे बात करता और हम परमेश्वर से बात करता, इसी को संगति कहा जाता है. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിഷയമാണ് തിരുവചനത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയാലോചന പദ്ധതികളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ് തിരുവചനം. जब परमेश्वर हमसे जो बात करता है ये पवित्र शास्त्र वचन के द्वारा बात करता है, क्योंकि परमेश्वर का हमसे जो भी कहने वाला सारे बात को इस वचन में उल्लेख किया है. അപ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ജഡമായതുകൊണ്ട് നമ്മളിൽ ചില യോഗ്യതകൾ കൊണ്ടുവരുവാൻ ദൈവം ആദ്യം ആഗ്രഹിക്കുന്നു. जब हम प्रभु हमसे बात करना है तो अभी हम शरीर में हैं, इसलिए परमेश्वर कुछ कार्य हमारे जीवन में लाना चाहता है. അപ്പോൾ നമുക്കറിയാം, മുടിനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്കുള്ള 3 അടിസ്ഥാനങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അവന് പുതിയ അങ്കി ഇടിക്കുന്നു, അവന്റെ കാലിൽ ചെരുപ്പിടുന്നു, അവന്റെ കയ്യിൽ മോതിരമിടുന്നു. ഇതെല്ലാം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള, ദൈവം അവനോട് തുടർന്ന് സംസാരിക്കാനുള്ള ഒരു നിത്യമായ ബന്ധത്തിന്റെ അടിസ്ഥാനമാണ് ഈ 3 കാര്യങ്ങൾ. जब उड़ाव पुत्र जब घर को वापस आया तो वहां पर 3 बातों को, तो ये 3 कार्यों को हम देखते हैं. उनको वस्त्र पहनाता है और जूता पहनाता है और अंगूठी पहनाता है. ये सब पिता के साथ का उनका आगे के जीवन के संबंध को बताता है. അപ്പോൾ അത് ഈ 3 കാര്യങ്ങൾ അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കാളയെ അറുത്ത് സന്തോഷിച്ചു. അപ്പനും മോനും കൂടെ സന്തോഷിക്കുക. और ये तीनों बात होने के बाद में वहां पर बछड़ा को काट करके खाते हुए खुशी मनाते हुए हम देखते हैं. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് ആദ്യം അതിനകത്ത് ഇടപെടുന്നത്, ആദ്യം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നത് കർത്താവ് തന്നെയാണ്. अब इस बात में हम देखते हैं कि शुरुआत कौन करता है, वो प्रभु करता है. കർത്താവ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരോടാണ് ആ കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ പുരോഹിതന്മാരോടാണ്, രാജാക്കന്മാരോടാണ്, ഒരു പ്രത്യേക ഗ്രൂപ്പിനോടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. प्रभु पुराना नियम में हम देखता है तो एक विशेष प्रकार लोगों के साथ बात करते थे. पहले याचक लोगों से, भविष्यवक्ता लोगों से, राजा लोगों से प्रभु बातें करते थे. എന്നാൽ ഒരു സമൂഹത്തോട് ദൈവം സംസാരിക്കുമ്പോൾ അവരിൽ ചെയ്യുന്ന ചില പ്രക്രിയകളെ കുറിച്ച് നമ്മുടെ എസ്കേൽ പ്രവചനം 36 അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്. ഇന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഒരു കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. जब एक समाज के साथ जब कार्य करने के बारे में एहेजकेल नबी की किताब उसका 36 अध्याय में जब हम पढ़ता है तो प्रभु उस प्रकार का कार्य करने के बाद ही लोग प्रभु के साथ मिलकर के आगे चल पाएंगे.
അപ്പോൾ ദൈവം കൂട്ടായ്മ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ജഡമായതുകൊണ്ട് ജഡത്തിൽ അന്യോന്യം ഒരു കൂട്ടായ്മയുണ്ട്. अभी हम जब आपस में लोगों के साथ बात करता है तो अपन शारीरिक रीति में बात करता है तो शारीरिक रीति में एक संगति है. നമ്മൾ ആ വ്യക്തിയെ കാണുന്നു, हम उस व्यक्ति को देखता है, നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ വാക്കിൽ കൂടെ സംസാരിക്കുന്നു, उस व्यक्ति के साथ हम शब्द के द्वारा बातें करता है. അപ്പോൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഇതെല്ലാം ജഡത്തിലുള്ള കാര്യങ്ങളാണ്. ये इसका मतलब क्या है कि हम देखता है, सुनता है, संबंध करता है, ये सब शारीरिक बातें हैं. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തെ ജഡമായ മനുഷ്യന് എങ്ങനെ ഒരു കൂട്ടായ്മ കിട്ടും? तो अगर ऐसा है तो जो परमेश्वर आत्मा है तो उस आत्मा परमेश्वर के साथ शरीर में रहने वाला मनुष्य कैसा एक संगति कर पाएंगे. അപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവമായുള്ള കൂട്ടായ്മയുടെ ഒരു സജ്ജീകരണം ആ ആദാമിൽ ഉണ്ടായിരുന്നു. जब आदम को परमेश्वर ने बनाया तो आदम के साथ संगति करने के लिए एक प्रबंध वहां पर थे. അവന് ഒരു ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ശരീരമുണ്ട്. क्योंकि आदम को आत्मा था और प्राण था और शरीर था. എന്നാൽ ആത്മാവ് കൊണ്ടാണ് ആദാമും ദൈവവുമായി കൂട്ടായ്മയിൽ അവർ ജീവിച്ചത്. और आत्मा के द्वारा परमेश्वर के साथ का वो संगति रखते थे. അപ്പോൾ മനുഷ്യനിലുള്ള ഒരു ആത്മാവ് യഥാസ്ഥാനപ്പെടാത്ത കാലത്തോളം ആ മനുഷ്യന് ദൈവവുമായിട്ടും ദൈവത്തിന് മനുഷ്യനുമായിട്ടും ഇടപെടാൻ കഴിയുകയില്ല. तो मनुष्य में हमारा आत्मा जब तक जीवित नहीं किया जाएगा तो आत्मा परमेश्वर के साथ कभी भी वो संबंध नहीं जोड़ पाएगा. അപ്പോൾ അടിസ്ഥാനപരമായി ദൈവത്തോട് ഇടപെടണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമെങ്കിൽ നമ്മളിൽ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ ദൈവം ചെയ്തു തരണം. यदि हम परमेश्वर के संगति में वापस अगर मिलना है तो ये 3 कार्य परमेश्वर हमारे जीवन में करना जरूरी है. അതാണ് യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. वही बात को हम यहेजकेल नबी की किताब या एजेकियल नबी की किताब 36 अध्याय 25 से 27 तक हम देखते हैं. मैं तुम पर शुद्ध जल छिड़काऊंगा और तुम शुद्ध हो जाओगे और मैं तुमको तुम्हारी सारी अशुद्धता और मूर्तों से शुद्ध करूंगा. मैं तुमको नया मन दूंगा और तुम्हारे भीतर नई आत्मा उत्पन्न करूंगा और तुम्हारी देह में से पत्थर का हृदय निकाल कर तुमको मांस का हृदय दूंगा. मैं अपनी आत्मा तुम्हारे भीतर देकर ऐसा करूंगा कि तुम मेरी विधियों पर चलोगे और मेरे नियमों को मानकर उसके अनुसार करोगे. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. यहाँ पर हम इन तीनों जो नियम की बात 36 अध्याय में देखता है. നിർമ്മല ജലം തളിക്കും, प्रभु हमें पवित्र जल छिड़काएंगे, നിങ്ങളെ ശുദ്ധീകരിക്കും. हमें शुद्ध करेंगे. അപ്പോൾ ഈ നിർമ്മല ജലം സുവിശേഷമാണ്. और ये जो पवित्र जल जो है, निर्मल जल जो है वो सुसमाचार അപ്പോൾ है. നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ഉണ്ടാവും. तब तुम्हारे अंदर एक नया हृदय बनेगा അപ്പോൾ പുതിയ ഹൃദയം ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ആത്മാവിനെ തരും. और उस नया हृदय होने के बाद में मैं तुझे एक नया आत्मा देगा ആ പുതിയ ആത്മാവിൽ എന്റെ ആത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തരും. और उस आत्मा में मेरी आत्मा को भी मैं दूंगा. ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നടക്കുന്നതിനെയാണ് വീണ്ടും ജനിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാണ്. इस तीनों कार्य जब एक व्यक्ति में हो जाता है उस कार्य को बोलता है नया जन्म. അപ്പോൾ നമുക്ക് ദൈവത്തോട് ഇടപെടണമെങ്കിൽ ദൈവത്തിന് നമ്മൾ ഇടപെടണമെങ്കിൽ ദൈവം തന്നെ നമ്മളിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മളിൽ ക്രമീകരിക്കുന്ന 3 പ്രധാന കാര്യമാണ് പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. अभी अगर हमें प्रभु के साथ वापस संगति में आना है तो प्रभु हमारे जीवन में ये 3 काम जरूर करना है. हमको एक नया हृदय देना और नया आत्मा और प्रभु की आत्मा. അപ്പം അവിടെ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ ആശീർവാദം പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. അപ്പോൾ കൂട്ടായ്മ ദൈവത്തോട് സാധിക്കുന്നത് നമ്മുടെ ആത്മാവിലൂടെ ദൈവത്തിന്റെ ആത്മാവിനാലാണ്. जब हम 2 कोरिन्थी 13 अध्याय उसके 15 वचन में हम पढ़ता है कि ये मतलब प्रभु यीशु मसीह का अनुग्रह, पिता परमेश्वर का प्रेम और पवित्र आत्मा का सौभाग्यता हमारे साथ. पवित्र आत्मा का सौभाग्यता जो है वो आत्मा हमारे में आने के बाद. അപ്പോൾ ഒരു വീണ്ടും ജനിച്ച വ്യക്തിക്ക് അത് അറിയാം, അവൻ അറിയണം എന്താണ് जब नया जन्म पाया हुआ व्यक्ति को ये बात को जानना है, उसको मालूम होना चाहिए. അപ്പോൾ നമ്മള് 1 യോഹന്നാനിൽ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. जब पहला यूहन्ना उसके 5 अध्याय का 11-12 वचन में लिखा है कि
तुम्हें ये जानना है, तुम्हें अनंत जीवन है। അപ്പം നിത്യജീവൻ ഉണ്ടെന്ന് അറിയുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ അവനിൽ വന്നു എന്ന് അവൻ ഗ്രഹിക്കുകയാണ്. इसका मतलब अनंत जीवन उसमें है करके उसको जानना है, तो वो ये भी बात को जानना है कि ये तीनों बात जो नया हृदय, नया आत्मा, ना पवित्र आत्मा, ये तीनों उनमें आ गया, ये जानना है। അത് ഒരു ദിവസം അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ നിമിഷം തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുകയാണ്. जिस समय में आप प्रभु यीशु मसीह को अपना प्रभु मानकर उद्धारकर्ता के रूप में ग्रहण करता है, उसी दिन में, उसी क्षण में ये तीनों कार्य आपके जीवन में हो जाता है। ഒരു ഭാവിയായ മനുഷ്യൻ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, മലിനപ്പെട്ട മനുഷ്യൻ എപ്പോഴാണ് ദൈവത്തെ ദൈവമേ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കാൻ പ്രാപ്തനാകുന്നത്? एक पापी मनुष्य जो परमेश्वर से दूर हुए, वो मनुष्य कब परमेश्वर को हे अब्बा पिता करके पुकार करके वो प्रभु के साथ बात कर पाएंगे? ഒരുപാട് നാളുകൾ ആത്മീയനായി ജീവിച്ച് പക്വതയിൽ എത്തിക്കഴിഞ്ഞിട്ടല്ല. बहुत दिन प्रभु को ग्रहण करके एक अच्छा आत्मिक जन बन करके परिपक्वता में आने के बाद में नहीं, അവൻ ജനിച്ച ആ നിമിഷം जिस समय में वो नया जन्म पाया, उस क्षण से അവന് ദൈവത്തെ പിതാവെന്ന് വിളിക്കാം. वो महान परमेश्वर को अब्बा पिता कह सकता है। ഇതാണ് കൂട്ടായ്മ. ये है संगति। ഒരിക്കൽ പോലും നമുക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂട്ടായ്മയെ കിട്ടുന്നില്ല. एक बार भी अगर इस रीति में हम प्रभु को नहीं पुकार पाता, तो हमें प्रभु का सच्चा संगति नहीं मिलता। നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകും. हम लोग पहला अध्याय का 3-4 में यूहन्ना बोलता है, हमारा संगति पिता परमेश्वर और उसका पुत्र प्रभु यीशु मसीह के साथ है। സഭാജീവിതം എന്ന് പറയുന്നത് അനേക വിശ്വാസികളുമായി ഒരുമിച്ച് ഒരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവവുമായുള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് സഹോദരന്മാരുമായുള്ള കൂട്ടായ്മ. प्रियो मंडली जीवन ये बहुत महत्व का है। वो हम एक दूसरे के साथ मेल मिलाव में आपस में संगति करने वाला वो है मंडली जीवन। കാരണം സഭ എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ, ഒരു മനസ്സായിരിക്കുന്നു, ഒരു ഉദ്ദേശമായിരിക്കുന്നത്, ഒരു ഇച്ഛയായിരിക്കുന്നത് പോലെ സഭയിലുള്ളവരെല്ലാവരും ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിലുള്ള ഈ കൂട്ടായ്മ സഭയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമുക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കൂട്ടായ്മ സഭാജീവിതം നമുക്ക് സാധ്യമാകുള്ളൂ. मंडली क्या है? जैसे पिता पुत्र पवित्र आत्मा वो लोग त्रिएक परमेश्वर हमेशा एक बनकर रहता है, उसी प्रकार मंडली की उधार पाए हुए हरेक लोग आत्मा की एकता में होकर के जीवन बिताएंगे, तभी हम एक सच्चा मंडली जीवन बिताते हुए प्रभु के साथ संगति कर पाओगे। അപ്പോൾ ഈ പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു ഭ്രംശം സംഭവിച്ചു പോയാൽ കൂട്ടായ്മ നഷ്ടപ്പെടും. यहाँ पर हम ध्यान देने वाली बात यह है कि ये नया हृदय और नया आत्मा और प्रभु की पवित्र आत्मा, ये तीनों में एक भी बात पर अगर कुछ कमी पड़ा तो हमारा संगति में बाधा आएगा। അപ്പോൾ നമ്മൾ പിന്മാറ്റത്തിൽ പോയാൽ അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്തു പോയാൽ ഈ മൂന്ന് കാര്യങ്ങളുടെ ക്രമത്തിൽ നമുക്ക് വളരെയധികം വൈകല്യം സംഭവിക്കും. जब अगर हम सोच लीजिए, अगर हमारे जीवन में कोई पाप आ गया, कुछ गलती हो गया, तो हमारा ये जो तीनों बातों में वहां पर ऊणीवा आएगा, कमी आएगा। കാരണം നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ യഥാർത്ഥമായിട്ട് നടന്നുവെങ്കിൽ നിരന്തര കൂട്ടായ്മ ഉണ്ടെങ്കിൽ പാപത്തിൽ വരുത്തില്ല. यदि हमें ये तीनों बात हो गया और हम प्रभु के संगति में बराबर बना रहता है, तो फिर वो पाप करके पाप में जीने का मतलब नहीं, वो पाप नहीं करता। പക്ഷെങ്കിൽ നമ്മൾ പാപത്തിൽ നമുക്കിതിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്താത്തത് കൊണ്ട് പലപ്പോഴും പാപത്തിൽ വീണു പോകുന്നുണ്ട്. परंतु हम इस ज्ञान में उन्नति न पाने के कारण कई बार हमारे जीवन में गलतियां होते हैं। അഥവാ നമ്മൾ പാപത്തിൽ വീണുപോയാൽ പിന്നീട് ദൈവമായുള്ള കൂട്ടായ്മ സാധ്യമല്ല. यदि हम पाप में गिर गया तो हम प्रभु के साथ का वापस संगति करना एकदम अनहोना है। അപ്പോൾ ഈ മൂന്ന് കാര്യം വീണ്ടും യഥാസ്ഥാനപ്പെടണം. इसका मतलब क्या है कि ये तीनों बातों में हमें वापस ऐसा होना जरूरी है। ഏതാണ്? പുതിയ ഹൃദയം, क्या है? नया हृदय, പുതിയ ആത്മാവ്, नया आत्मा, പരിശുദ്ധാത്മാവ്. पवित्र आत्मा। അപ്പൊ നമുക്ക് വചനത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാം. अभी वचन में ऐसा ही है करके हम देखेंगे। അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ പോലും അങ്ങനെ തന്നെയാണ്. ये सिर्फ नया नियम की बात नहीं, पुराने नियम में भी ऐसा ही है। നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാപത്തിൽ വീണപ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം വീണ്ടും റെസ്റ്റോർ ചെയ്യുന്നതെന്ന് പരിശോധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമായി ദൈവാത്മാവ് കാണിച്ചു തരികയാണ്. जब दावीद पाप किया और कैसे प्रभु से दूर हो गया, जब हम 51 भजन संहिता में अगर हम ध्यान से पढ़ेगा तो ये बात, ये चित्र हमें बहुत अच्छी रीति में समझ में आएगा। നമുക്ക് അതിനായിട്ട് 51-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. इसलिए सबसे पहले हम 51 भजन संहिता का 10वां वचन पढ़ेंगे। हे അപ്പോൾ पर- 51-ന്റെ 10-ാം വാക്യം.
हे परमेश्वर, मेरे अंदर शुद्ध मन उत्पन्न कर और मेरे भीतर आत्मा नए तरीके से उत्पन्न कर। നോക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറയാണ് താൻ ദൈവവുമായി നേരത്തെ കൂട്ടായ്മയുള്ള ആളായിരുന്നു. अभी पहले दावीद को परमेश्वर के साथ अच्छा संगति था, നല്ല കൂട്ടായ്മ ജീവിച്ച വ്യക്തിയാണ്. अच्छा संगति में रहने वाला व्यक्ति है। ദാവീദിനെ കുറിച്ച് കർത്താവ് പറയുന്ന സാക്ഷ്യം എന്റെ ഹൃദയപ്രകാരമുള്ള ആ മനുഷ്യൻ എന്നാണ്. दावीद के बारे में परमेश्वर ने ऐसे गवाह दिया, मेरा दिल का जैसा दावीद। ദൈവത്തിന് ഇഷ്ടം മുഴുവനും നിവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് ദാവീദ്. परमेश्वर की इच्छा जानकर मान करके जीवन बिताने वाले एक व्यक्ति था दावीद। അപ്പൊ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു, അവന്റേതായിരിക്കുന്ന ഹൃദയം അശുദ്ധമായി, അവന്റെ സ്പിരിറ്റ് വേണ്ട രീതിയിലുള്ള യഥാസ്ഥാനപ്പെട്ടില്ല. अभी हम जब देखता है कि जब वो पाप किया तो क्या हो गया, आत्मा अशुद्ध हो गया और उनको परमेश्वर के साथ संगति में बाधा आया और वो जैसा जीवन बिताना चाहिए ऐसा काम नहीं कर पाया। അപ്പോൾ പറയാണ് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണേ. ആദ്യത്തെ എന്താണ്? നമ്മൾ നേരത്തെ എസ്കേ പർവ്വതത്തിൽ വായിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. अभी पाप में गिरा हुआ दावीद, जैसे हम एजेकिएल नबी की किताब में जो पढ़ा था वही बात यहाँ पर दावीद वापस मतलब परमेश्वर से विनती करता है, ये परमेश्वर मेरे अंदर शुद्ध मन उत्पन्न कर। ദൈവം ശുദ്ധീകരിച്ചില്ലേ നമുക്ക് ശുദ്ധരാകാൻ കഴിയത്തുള്ളൂ. यदि जब तक परमेश्वर हमें पवित्र नहीं करेगा तो हम पवित्र नहीं होता। നമ്മൾ 73 സംഘത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം നല്ലവനാണ് ആർക്ക്? നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. जब 73 भजन संगीता में हम पढ़ता है, परमेश्वर भला है किसके लिए? जिसके मन शुद्ध है उनके लिए। നമ്മൾ ആ വചനം വായിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ഗ്രഹിക്കണം, ആർക്ക് ശുദ്ധ ഹൃദയമില്ല. हम ये बात को हमें आत्मा में समझना जरूरी बात है, किसी का भी पास शुद्ध मन नहीं है। എന്നാൽ യഹൂദന്മാരെ അല്ലെങ്കിൽ യഹൂദ സ്ക്രൈബ്സ് ആ വചനം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിർമ്മല ഹൃദയം ഉള്ളവർക്കെന്നല്ല, നീ എനിക്ക് നിർമ്മല ഹൃദയം തന്നതുകൊണ്ട് നീ നല്ലവൻ എന്നാണ്. अभी यहूदी लोग उस बात को कैसे समझता है, तूने मुझे शुद्ध मन दिया इसलिए तुम भला है। പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം നല്ലവനായതുകൊണ്ട് പാപികളെ നേർവഴിക്ക് നയിക്കുന്നു. क्योंकि प्रभु भला है इसलिए पापियों को भी सीधे मार्ग में ले चलता है। അപ്പൊ പ്രാകൃത ജന്മം കൊണ്ട് ഒരു ശുദ്ധ ഹൃദയം ആർക്കുമില്ല. परंतु हम स्वाभाविक जन्म पाया हुआ किसी भी व्यक्ति के अंदर शुद्ध मन नहीं है। എന്നാൽ ദൈവം ഒരു മനുഷ്യനോട് കരുണ തോന്നുമ്പോൾ, परंतु एक व्यक्ति से जब प्रभु को दया होता है, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് ആദ്യം അവന്റെ ഹൃദയത്തെ ദൈവം ഒരുക്കിയെടുക്കുകയാണ്, ശുദ്ധമാക്കുകയാണ്. प्रभु के साथ का संगति करने के लिए सबसे पहले उसका मन को प्रभु शुद्ध करके उसको संगति में लाता है। അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം നമ്മൾ ശരിക്കും ദൈവവചന പ്രകാരം അറിയുമ്പോൾ ഒരു നിർമ്മല ഹൃദയം നമുക്കുണ്ട്. जब हम प्रभु का जो नाता में हमारा हृदय की अवस्था जब हम जानेंगे तो हम एक सच्चा मन है या शुद्ध मन है। കാരണം ഈ ഭൂമിയിൽ ശുദ്ധ ഹൃദയത്തോടെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. ये दुनिया में शुद्ध मन के साथ जन्म लिया, जीवन बिताया और मर गया हुआ एकमात्र व्यक्ति प्रभु यीशु मसीह। അപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കൊരു ശുദ്ധ ഹൃദയം കിട്ടുകയാണ്. जिस समय में हम प्रभु यीशु मसीह को अपना प्रभु मानकर उद्धारकर्ता के रूप में ग्रहण करता है, उस समय में हमें एक शुद्ध मन प्रभु देता है। നമ്മളെ അപ്പോസ്തലപ്രവൃത്തി 15 അധ്യായം जब प्रेरितों का 15 अध्याय അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. वहां पर साफ साफ कहता है, 15ന്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. 15 अध्याय का 9-10 वचन में पढ़ता है। प्रेरितों का 15 अध्याय का 9-10 वचन। और विश्वास के द्वारा उनके मन शुद्ध करके हमें और उनमें कुछ भेद न रखा, तो अब तुम അപ്പോൾ അവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, जिस समय में उन्होंने प्रभु यीशु पर विश्वास किया, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ, प्रभु यीशु मसीह को अपना प्रभु मानकर उद्धारकर्ता के रूप में जब ग्रहण किया, അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ദൈവം അറിയുന്നു. वहां पर उनका मन शुद्ध हो गया करके प्रभु जानता है, കാരണം ദൈവമാണ് അവനെ ശുദ്ധീകരിക്കുന്നത്. क्योंकि प्रभु उनको शुद्ध करता है। കാരണം ജാതികളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ആ തുപ്പട്ടി ഇറങ്ങി വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവ് മലിനമായതൊന്നും ഞാൻ തിന്നത്തില്ല. जब जातियों को शुद्ध करने के विषय में जब पत्रोस उस बात में मतलब उसका ज्ञान नहीं था, तब परमेश्वर ने उस दुपट्टी निकाल करके उनको समझाया। तब प्रभु पत्रोस बोलता है, प्रभु मैं कोई अशुद्ध चीज को खाता ही नहीं। കർത്താവ് എന്താ പറഞ്ഞത്? प्रभु ने क्या बोला? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധ എന്ന് പറയരുത്. जिसको परमेश्वर ने पवित्र किया उसको तू अशुद्ध ना करे। അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശരീരയാഗത്താൽ അവൻ അർപ്പിച്ച യാഗത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എബ്രായ ലേഖനം 10 അധ്യായത്തിന്റെ 10 വാക്യത്തിലുണ്ടത്. जब प्रभु यीशु मसीह की शारीरिक बलिदान के द्वारा प्रभु हमें पवित्र किया जाता है, क्योंकि इब्रानियों का पत्री 10 अध्याय का 10 वचन में वो लिखा है। അപ്പൊ അവിടെ നമ്മൾ 15 അധ്യായത്തിന്റെ
അതിന്റെ 8-ാം വാക്യത്തിൽ അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഉടനെ ഹോളി സ്പിരിറ്റിനെ കിട്ടി. जब जिस समय में पवित्र किया गया उसी समय में आत्मा पवित्र आत्मा को भी मिला അപ്പോൾ അവൻ ആത്മാവ് ജനിച്ചു. और वो आत्मा में नए जन्म पाया. ഒരു ശുദ്ധ ഹൃദയം, उसको पवित्र मन ഒരു പുതിയ ആത്മാവ്, और नया आत्मा പരിശുദ്ധാത്മാവ്. और पवित्र आत्मा. Praise the Lord. Praise the Lord. അപ്പോൾ പാപത്തിൽ വീണപ്പോൾ എന്താണ്? भाव में जब गिर गया तो क्या हो गया? ആത്മാവുമുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. पवित्र आत्मा या प्रभु के साथ का संगति नष्ट हो गया. അവന്റെ ആത്മാവ് ദുർബല മനസാക്ഷിയായി. उनका मन अशुद्ध हो गया. അവന്റെ ഹൃദയം ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. और उनको परमेश्वर के साथ का संगति नष्ट हो गया. അപ്പൊ വീണ്ടും എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ये हमेशा हमें एक बात को याद रखना है. ദൈവവുമായുള്ള കൂട്ടായ്മ ഇരിക്കുമ്പോൾ നമ്മളൊരു ബോധമില്ലാതെ ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. हम जब प्रभु की संगति में रहता है तो हम एक अच्छा बुद्धिमानी के साथ कार्य करना है. ये नहीं कि ऐसे हम बोलते जाए. നമുക്ക് ഈ 3 കാര്യങ്ങൾ ദൈവം തന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ടോ? अभी हमेशा ये बात याद रखना, प्रभु ने जो हमारे जीवन में जो नया बात जो किया है, नया हृदय और आत्मा और पवित्र आत्मा, ये मेरे में है कि नहीं, ये बात को जानना. അത് അപ്പോൾ നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലയിൽ പുതുക്കി, യെസ് എനിക്ക് എന്റെ ആത്മാവ് ജീവനുണ്ട്, കാരണം എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, എന്റെ മനസ്സാക്ഷി ശുദ്ധമാണ്, കുഞ്ഞാന്റെ രക്തനിമിത്തം എനിക്ക് ദൈവത്തോടൊരു നല്ല മനസ്സാക്ഷിയുണ്ട് യേശു ക്രിസ്തു മുഖാന്തരം. जब हम प्रभु के उपस्थिति में आता है तो मुझ में वो नया हृदय है, मुझको प्रभु ने दिया हुआ नया आत्मा है, मुझ में पवित्र आत्मा है, ये प्रभु यीशु मसीह में विश्वास करने के द्वारा मुझे मिला है. ये बात को यकीन करते हुए एक अच्छा गवाही के साथ प्रभु के साथ बात करना है. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തിക്ക് അജ്ഞാതമായിരിക്കുന്നെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ സാധ്യമല്ല. अगर ये तीनों बातों का बारे में एक व्यक्ति अगर नहीं समझता तो प्रभु के साथ सच्चा संगति नहीं कर पाएगा. അപ്പോൾ ഈ കാര്യങ്ങൾ തനിക്ക് നഷ്ടമായെന്നും ഈ 3 കാര്യങ്ങൾ തനിക്ക് ഇല്ലെന്നും ദാവീദ് മനസ്സിലാക്കി. अभी यहाँ पर भाव में गिरा हुआ दावीद को ये बात समझ में आ गया, ये तीनों बातों में मुझ में कमी आया, गिरावट आया. അപ്പോൾ ഇനി യഥാസ്ഥാനപ്പെടുകയാണ്. इसलिए वो अभी जैसे पहले था वैसे उनको बनना है. താൻ മാനസാന്തരപ്പെടുകയാണ്. वो मन फिर रहा है. മാനസാന്തരപ്പെടുക, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, സ്തോത്രം. അങ്ങനല്ല, ഒരു വിസ്താരമായ രീതിയിൽ കാര്യങ്ങൾ അവൻ ചിന്തിക്കുകയാണ്. प्रभु मुझे क्षमा करना, धन्यवाद, ऐसा नहीं. उन्होंने बहुत गहरी रीति में उस बात का बारे में सोचते हैं. എന്നിലൊരു പുതിയ ഹൃദയം നീ സൃഷ്ടിക്കണം. और प्रभु मुझे मेरे अंदर एक नया मन उत्पन्न कर. യേശു ക്രിസ്തു ആണ് മനുഷ്യ ഹൃദയത്തെ പുതിയതാക്കുന്ന കഴിവുള്ള സൃഷ്ടാവാണ് നമ്മുടെ. क्योंकि प्रभु यीशु मसीह हमारा हृदय को नया बनाता है, क्योंकि वो हमारा सृष्टि करता है. നമ്മുടെ ഉള്ളിൽ വന്നിട്ടാണ് അത് ചെയ്യുന്നത്. और वो प्रभु हमारे अंदर आकर के वो काम करता है. നമ്മുടെ ഹൃദയത്തെ അവൻ പുതുക്കുന്നു. हमारा हृदय को प्रभु नया बनाता है. എന്നിലൊരു പുതിയ ഹൃദയം സൃഷ്ടിച്ച്, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച്, मुझ में एक नया मन को उत्पन्न करके, എന്നിട്ട് എന്താ, ഒരു പുതിയ ആത്മാവ് സ്ഥിരമായി നിൽക്കുന്ന സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഉള്ള ഒരു സ്പിരിറ്റിനെ, ഹോളി സ്പിരിറ്റിനെ കുറിച്ചല്ല, स्थिर आत्मा, जो कि वो पवित्र आत्मा के बारे में नहीं. ഹിന്ദി में पढ़ो. और मेरे भीतर स्थिर आत्मा സ്ഥിര ആത്മ എന്ന് പറഞ്ഞാൽ स्थिर आत्मा ऐसा कहने का अर्थ, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് മനുഷ്യാത്മാവ് ആവശ്യമാണ്. क्योंकि प्रभु के साथ का संगति के लिए मनुष्य की आत्मा का जरूरत है. എന്നിട്ട് പിന്നെ താൻ ഈ 2 കാര്യങ്ങൾ യഥാസ്ഥാനപ്പെട്ടപ്പോൾ ये दोनों बातों में वो जैसे बन गया, തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റ് ഉണ്ട്. तो उस समय में प्रभु की आत्मा वहां पर है. നമ്മളെ എസ്കൽ പ്രവചനത്തിൽ വായിച്ചിട്ടുണ്ട്. हमने एस्केल भी किताब में पढ़ा था. കാരണം നമുക്ക് പരിശുദ്ധാത്മാവില്ല എന്നൊരാൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ദൈവം 2 കാര്യങ്ങൾ ചെയ്താൽ ആത്മാവ് ഉണ്ടായിരിക്കും അവനിൽ. जब प्रभु ने अगर ये 2 काम को किया है तो जब आपको नया हृदय दिया और नया आत्मा दिया, निश्चय वहां पर प्रभु का आत्मा है. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ആദ്യത്തെ 2 കാര്യവും ചെയ്യുന്നത്. क्योंकि पहला दोनों काम जो करता है वो प्रभु यीशु मसीह करता है. അത് ക്രൂശിലെ അവന്റെ പ്രവൃത്തിയാണ്. वो क्रूस में जो हमारे लिए किया हुआ काम है. ദൈവഹൃദയത്തെ തൃപ്തിപ്പെടുത്തിയ ക്രൂശിലെ ആ പ്രവൃത്തി പൂർണ്ണമായതുകൊണ്ടാണ് ആത്മാവ് അവനിൽ വന്ന് അവനെ ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് അവനെ സജീവമാക്കുന്നത്. परमेश्वर का दिल को प्रभु यीशु मसीह ने सूली पर प्रसन्न किया, इसलिए प्रभु यीशु मसीह एक पापी के दिल में आकर के इस प्रकार का काम करता है. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് എന്നിട്ട് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നു, 11-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യമുണ്ട്. जब भजन संहिता 51 का 11 वचन में पवित्र आत्मा का विषय वहां पर है. അപ്പൊ ഈ 3 കാര്യങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സന്തോഷവാനാകുകയാണ്. उस समय में ये तीनों बात उनके जीवन में होने के समय में वो बहुत आनंदित हो जाता है. അതാണ് സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. इसका मतलब क्या है कि मंडली बोलेगा तो वो परमेश्वर का राज्य है. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? परमेश्वर के राज्य कहने का अर्थ क्या है? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും.
धार्मिकता और शांति और पवित्र आत्मा से होने वाला आनंद, അത് പുതിയ സൃഷ്ടി. वो एक नया सृष्टि का अनुभव है. ഇവിടെ അതാണ് പറയുന്നത്. यहाँ पर भी वही बात कहता है. ഇവിടെ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ അവന്റെ ഹൃദയം നിർമ്മലമായിരുന്നു, അവനിൽ ഒരു ആത്മാവുണ്ടായിരുന്നു, അവനിൽ പരിശുദ്ധാത്മാവ് അവനെ നടത്തിയപ്പോൾ അവൻ സന്തോഷവാനായി ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. जब वो परमेश्वर के साथ उनका नाता सही था, वो जोड़ा हुआ था, उस समय में उनको नया मन था, वो मन में आनंदित था और वो पवित्र आत्मा की अगुवाई में चलता था. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥാനപ്പെടുമ്പോൾ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ അതിന്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്. जब ये तीनों बात अगर हम प्रभु के साथ का नाता जुड़ गया, तब वहां पर हम उसका अगले बोलता है कि जो उद्धार का हर्ष मुझको फिर से दे बोल करके दावीद प्रार्थना करते. ഓ എത്ര യെസ്. अपने किए हुए उद्धार का हर्ष मुझे फिर से दे और उदार आत्मा देकर मुझे संभाल. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നീ എന്നെ സന്തോഷിപ്പിക്കണം. प्रभु प्रभु आप मुझको आनंदित करना. ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് നെല്ലോ കൃഷിയോ അല്ലെങ്കിൽ കുറച്ച് ഫലങ്ങളോ കൊടുത്ത് ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്ന ആ സന്തോഷമല്ല, അത് ലോകത്തിലുള്ള സന്തോഷമാണ്. ये दुनिया का रीति का मनुष्य को कुछ गेहूं दे करके, चावल दे करके या कुछ फ्रूट दे करके खुशी मनाने वाला दुनियादारी का आनंद की बात नहीं है. നാലാം സംഘം നമ്മൾ വായിക്കുന്നുണ്ട്, ധാന്യവും വീഞ്ഞും അവർക്ക് വർദ്ധിച്ചതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നേരിട്ട് ഇതൊന്നും കൂടാതെ തന്നെ തന്നിരിക്കുന്നു എന്നാണ്. जब 4 वचन संहिता का 7 वचन में पढ़ता है कि उनको अन्न और धातुमधु की बढ़ोतरी से जो हुआ, उसे बढ़कर आनंद तूने मेरे मन में दिया है. അപ്പോൾ ഇവിടെ നമ്മള് ഇത് പക്ഷെ ഗ്രഹിക്കണമെങ്കിൽ മൃഗപ്രായനായ മനുഷ്യന് ഇത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. परंतु एक मुर्दा अनुभव में रहने वाला मनुष्य इन बातों को नहीं समझ सकता. അവിടെ നമ്മൾ 92 സങ്കീർത്തനം जब 92 वचन संहिता അതിന്റെ 6 വാക്യം उसका 6वां वचन ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ऐसे हम पढ़ता है, पशु समान मनुष्य इसको नहीं समझता और मूर्ख इसका विचार नहीं करता. അപ്പോൾ ഈ മുകളിൽ അതിന്റെ 1 മുതൽ അതിന്റെ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ 6ാം വാക്യത്തിൽ പറയുന്നത്. മൃഗപ്രായനായ മനുഷ്യൻ എന്ന് രക്ഷിക്കപ്പെടാതെ ഈ 3 കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടാത്ത വ്യക്തി മൃഗപ്രായനാണ്. मतलब बोलने का अर्थ क्या है कि उस 92 वचन संहिता का 1 से 5 तक कहा हुआ बातों को एक व्यक्ति जो पशु समान मनुष्य इसको नहीं समझता. वो क्यों है? क्योंकि वो पहले का जो तीनों कार्य उसके जीवन में नहीं हुआ. ഈ 3 കാര്യം ദൈവം നമ്മൾ ചെയ്യുമ്പോൾ अगर ये तीनों कार्य हमारे जीवन में होने पर ആ സങ്കീർത്തനക്കാരൻ അതിനെ റെസ്പോണ്ട് ചെയ്യുകയാണ്. അതിന്റെ 62ന്റെ 3ാം വാക്യം, രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും എനിക്ക് വർണ്ണിക്കുന്നത് നല്ലത്. കാരണം എന്റെ നാവിന് നീ നല്ലവനെന്ന് വർണ്ണിക്കാൻ നീ എനിക്ക് ചെയ്ത നന്മ എത്ര ശ്രേഷ്ഠമാണ്. जब वही 92 का 3 में प्रभु ने क्या वो उपकारों को याद करते हुए वो बोलता है कि तेरे मर्द तेरे द्वार पर तेरे 10 दार वाले बाजे और सारंगी पर और वीणा पर गंभीर स्वर से गाना भला है करके वो गवाही देता है. ഇതിന്റെ 4ാം വാക്യത്തിൽ പറയുകയാണ്. और 4वां वचन में कहता है, എന്താണ് വായിക്കുന്നത്? क्योंकि വാക്യം 4 പढ़ो. क्योंकि हे यहोवा तूने मुझको अपने काम से आनंदित किया है और मैं तेरे हाथों के कामों के कारण जय जयकार കണ്ടോ, करूंगा. നിന്റെ കൈകൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. वो तेरी कामों के द्वारा तू मुझे आनंदित कर दिया. Praise the Lord. Praise the Lord. അപ്പൊ നമുക്ക് ആനന്ദം ഉളവാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ദൈവം ചെയ്തതിന്റെ കാര്യം ഗ്രഹിക്കുന്തോറും നമ്മുടെ ഉള്ളിൽ അങ്ങ് ആത്മാവിൽ സന്തോഷമാണ്. जब हम इस प्रकार आत्मा में आनंद में उस अच्छा खुशी में डूबना है, तो ये तीनों बात का बारे में हमें अच्छा समझ होना चाहिए, तभी हम इस खुशी में डूबते जाएंगे. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പുതിയ ആത്മാവിലും പുതിയ ഹൃദയത്തിലും ദൈവം നല്ലവനെന്നങ്ങ് രുചിച്ചറിയുകയാണ്. जब इस पवित्र आत्मा की सहायता से अपनी आत्मा में अपने मन में उस बात को अधिक अधिक अनुभव लेकर के खुशी मनाता है. നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. क्योंकि तेरे हाथों के कामों के द्वारा तुम मुझको आनंदित करता है. ആ ഏത് പ്രവൃത്തിയാണ്? वो कौन सा काम है? ആകാശം സൃഷ്ടിച്ചതിലെയാണ്. क्या आकाश को बनाया वो काम है? ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് വസ്തുക്കളുണ്ട്. इस दुनिया में करोड़ों करोड़ों के हिसाब से बातें हैं. അതുകൊണ്ട് നീ എന്നെ സന്തോഷിപ്പിച്ചു എന്നല്ല. क्या उनके द्वारा तुम मुझको आनंदित किया? ऐसा नहीं. പിന്നെന്തുകൊണ്ട്? फिर किसके द्वारा? മനുഷ്യപുത്രന്മാരോടുള്ള പ്രവൃത്തിയിൽ നീ വലിയവൻ. क्योंकि जो प्रभु मनुष्य के साथ जो कार्य किया उस कामों में प्रभु महान है. അപ്പൊ നമുക്കൊരു പുതിയ ഹൃദയം കിട്ടുവാൻ, നമുക്ക് ഒരു പുതിയ ആത്മാവ് കിട്ടുവാൻ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ആ പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. यहाँ पर प्रभु हमें नया आत्मा देने के लिए, नया मन देने के लिए
एक नया जीवन देने के लिए प्रभु यीशु मसीह हमारे लिए सूली पर मरा, वो कामों के बारे में हमारा वर्णन करता है। അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? प्रभु का कार्य क्या है? എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. मुझको आनंदित करना है। ദൈവം എന്നിൽ പ്രവർത്തിച്ചിട്ടും എനിക്ക് സന്തോഷമില്ല. यदि प्रभु मेरे जीवन में काम किया फिर भी मैं उदास निराश है, मेरे को आनंद नहीं, तो അപ്പൊ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവസ്ഥലിൽ ഇരുന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നതിനെയാണ്. प्रियो, संगति करने का अर्थ क्या है? हम प्रभु के उपस्थिति में बैठ करके खुशी आनंद मनाना। അവിടെ നമുക്ക് 28-ാം സങ്കീർത്തനത്തിൽ വായിക്കാം. जब हम 28 भजन संगीत में जो पढ़ता है, അതിന്റെ 5-ാം വാക്യം उसकी 5वां भजन നമ്മൾ വായിക്കുന്നുണ്ട്. वहां पर हम पढ़ता है, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലിയും അവർ വിവേചിക്കായി കൊണ്ട് ഞാൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. उस 28 अध्याय का 5वां भजन। वे यहोवा के कामों पर और उसके हाथ के कामों पर ध्यान नहीं करते, इसलिए वह उन्हें पछाड़ेगा और फिर न उठाएगा। അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താ? മൃഗപ്രായനായ മനുഷ്യരാണ്. वे लोग परमेश्वर के कामों को उसको समझ नहीं पाता है क्योंकि वो पशु शरीर का मनुष्य है। കർത്താവ് ഒരു സഭയെ ഞാൻ പണിയും. प्रभु बोला, मैं मेरी मंडली को बनाऊंगा। അപ്പൊ സഭയെ പണിയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സഭയ്ക്ക് ഈ ദൈവം ചെയ്ത പ്രവൃത്തിയെ വിവേചിക്കാൻ കഴിയുന്നു. मतलब मंडली को बनाएगा, उसका अर्थ क्या है कि प्रभु ने जो काम किया है वो बात को मंडली उसको समझते हैं। അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ സഭയിൽ ഏതെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ ഇത് വിഭജിക്കത്തില്ല. परंतु हम लोग पढ़ता है कि जो मंडली में आता है, झुंड में आकर बैठा परंतु उधार नहीं पाया, उनको ये बात समझ में नहीं आता। നമ്മള് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. ദൈവം നമുക്ക് സൗജന്യമായി പ്രവർത്തിച്ച് നൽകിയ കാര്യങ്ങൾ ഗ്രഹിച്ച് സന്തോഷിക്കാൻ അവന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. जब हमें प्रभु ने जो किया हुआ कामों को समझ करके आनंद मनाने के लिए प्रभु ने हमको अपने आत्मा दिया है। എന്നാൽ പ്രാകൃത മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ല. परंतु स्वाभाविक मनुष्य वो बात को समझता नहीं, അതാണ് മൃഗപ്രായനായ മനുഷ്യൻ. वो है एक पशु शरीर का मनुष्य। അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ സൗജന്യമായി തന്നത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയാണ്. परमेश्वर ने जो महान कार्य किया वो हमें क्यों दिया? हम प्रभु में आनंदित रहने के लिए। അത് വിവേചിച്ചെങ്കിലല്ലേ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ, ഗ്രഹിച്ചറിഞ്ഞെങ്കിലല്ലേ. जब तक हम उनको पहचानेंगे नहीं, जानेंगे नहीं, तभी तो हम खुशी मना पाएंगे ना। ദൈവം ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. प्रभु अपनी महिमा के अनुसार हमको आशीष देता है। നമ്മുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. हम कई बार क्या है, हमारा कंगालपन के बारे में सोचते रहता, എന്നാൽ ദൈവം ചിന്തിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. परंतु प्रभु उसकी अपनी महिमा के बारे में सोचता है। ആ പുത്രൻ തിരിച്ചു വന്നപ്പോൾ जब वो उड़ाव पुत्र वापस आया, അവന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ എന്നെ ഇനി മകനായിട്ടൊന്നും സ്വീകരിക്കേണ്ട, ഒരു വേലക്കാരനായിട്ട് മാത്രം മതി. वो उड़ाव पुत्र वापस आने के टाइम पर उनका मन में क्या है, तो अपना बेटा होकर के मुझे नहीं स्वीकारना, एक नौकर की नहीं तो मुझे स्वीकारना। എന്നാൽ എന്റെ പിതാവിന്റെ നിലപാട് അവൻ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. परंतु पिता वहां पर उस पदवी को नष्ट किया, उसके बारे में कुछ भी नहीं पूछता, കാരണം പിതാവ് ചെലവിടാൻ ധനികനാണ്. क्योंकि वो पिता खर्च करने के लिए धनवान है। എത്രമാത്രം തനിക്കുള്ളതെല്ലാം മകന് കൊടുക്കാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. जो भी अपने पास है सब कुछ पुत्र को देने के लिए पिता चाहता है। അവൻ അവിടെ അങ്കി ഇല്ലെന്നല്ല, അവൻ അങ്കിയുണ്ട്. अभी वो उड़ाव पुत्र को वस्त्र नहीं, ऐसा नहीं, वस्त्र है അത് മുഷിഞ്ഞതാണ്. परंतु वो बहुत ही माला गंदा है। അത് കഴുകിക്കൊണ്ട് വരാനാണോ പറഞ്ഞത്? वो पिता ने उसको धो करके पान कराओ ऐसे बोला क्या? ഇല്ല. नहीं, കാരണം പുതിയത് തരുവാൻ താൻ ധനികനാണ്. क्योंकि वो नया देने के लिए वो पिता इतना धनिक है। Praise the Lord. हालेलुया। നമ്മൾ അവന്റെ കൂട്ടായ്മയിൽ ജീവിച്ചാൽ ഒന്നും നഷ്ടമാക്കത്തില്ല. प्रियो, हम प्रभु के संगति में रहेगा तो कुछ भी नष्ट नहीं होगा। അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ശോധന ചെയ്യണമെങ്കിൽ यदि हम प्रभु के बातों को अगर परखना है तो നമ്മുടെ കണ്ണുകളിൽ അത് പ്രകാശിപ്പിക്കുമ്പോൾ हमारा आंखों की दृष्टि में वो प्रकाशमान हो जाएंगे। അവൻ ഓരോന്ന് എണ്ണി എണ്ണി നന്ദി പറയുമ്പോൾ ദൈവമായുള്ള കൂട്ടായ്മയിൽ അവൻ ജീവിക്കുക. वो एक एक बातों के लिए प्रभु को हम आभार भरा दिल से धन्यवाद देंगे तो हम प्रभु के संगति में और भी गहराई में जाता है। ഇവിടെ ദാവീദ് യഥാസ്ഥാനപ്പെട്ടു. अभी दावीद यहाँ पर उस अपने जीवन से मन फिरा, എന്നിട്ട് താൻ ദൈവമായുള്ള കൂട്ടായ്മയിൽ ഒരു കൂട്ടായ്മ ദാവീദ് തന്നെ ഒരു കൂട്ടായ്മ ദൈവത്തോട് നടത്തുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിച്ചു. इसके बाद में दावीद परमेश्वर के साथ एक संगति करता है, वो कैसा करता है करके हम देखें। നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം, അത് മുഴുവനും വായിക്കേണ്ട, നമ്മൾ പിന്നെ വായിച്ചാൽ മതി. जब शमूएल का किताब 7वां अध्याय है, अभी पूरा पढ़ना है लेकिन हम बाद में पढ़ेंगे। അവിടെ ദാവീദിന് ഹൃദയത്തിൽ ഒരു ആഗ്രഹം നാഥാൻ പ്രവാചകനോട് പറയുകയാണ്. वहां पर वो दावीद के दिल का एक इच्छा वो नादान भविष्यता से कहता है। 7-ാം വാക്യത്തിന്റെ 1-ാം വാക്യം, उसका 7 अध्याय का पहला वचन, दूसरा शमूएल 7 अध्याय का पहला वचन। जब राजा अपने भवन में रहता था
और यहोवा ने उसको उसके चारों ओर से सब शत्रुओं से विश्राम दिया था। तब राजा नातान नामक भविष्य वक्ता से कहने लगा, ആ ഇവിടെ ദാവീദ് സ്വസ്ഥതയൊക്കെയായി. अभी दावीद चारों तरफ से अभी विश्राम पा रहा है, ശത്രുക്കളെല്ലാം അവിടെ സംഹരിക്കപ്പെട്ടു. मतलब चारों तरफ से उनको दुश्मन सब खत्म हो गया. അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഒരു വലിയ ഭാരം ഉണ്ടായി. उनके हृदय के अंदर दिल में एक बड़ा बोझ है. നോക്ക്, ഞാൻ വലിയ ഒരു കൊട്ടാരത്തിൽ പാർക്കുന്നു, अभी मैं एक अच्छा बड़ा महल में रहता हूँ, അരമനയിൽ പാർക്കുന്നു. അതായത് ഏതെങ്കിലും ഞാൻ എന്റെ ജീവിതം നല്ല രീതിയിൽ ഞാൻ ആക്കി. യഹോവയുടെ പെട്ടകമോ വെറും കൂടാരത്തിലിരിക്കും. बोलने का अर्थ मेरा अच्छा अवस्था में है, परंतु प्रभु का जो संदूक जो है वो एक छोटा टोकरी में है. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി. परंतु उनके दिल में एक बहुत बड़ा इच्छा हुआ, യഹോവയുടെ പെട്ടകം വെക്കാൻ തക്കവണ്ണം ഒരു ആലയം പണിയണം. प्रभु का उस संदूक को रखने के लिए एक भवन बनाना. നല്ല ആഗ്രഹമാണ്. ये अच्छा इच्छा है. എന്നാൽ ഇങ്ങനൊരു ആഗ്രഹം വന്നപ്പോൾ इस प्रकार का इच्छा जब अपने दिल में जब आया, നാഥാൻ പ്രവാചകനോട് ദൈവം പറയുകയാണ്, अब उसका बारे में जब दावीद नादान को बोला और नादान अभी दावीद को कहता है, യഹോവ അവന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു സവിസ്തര വിസ്താരം കൊടുക്കുകയാണ്. अभी प्रभु ने दावीद के लिए क्या किया उसका बारे में एक लंबा बात यहाँ पर कहता है. നോക്കുക, ദാവീദ് ദൈവത്തിന് ചെയ്ത കാര്യമല്ല, दावीद परमेश्वर के लिए जो किया वो बात नहीं, ആ കാര്യം ചിന്തിച്ചപ്പോഴേക്കും वो जब दावीद अपना मन में प्रभु के लिए जब सोचा उस समय ദൈവം അവന് ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളുടെ ഒരു സവിസ്തരമായ ഒരു പ്രബോധനം നാഥാൻ പ്രവാചകനിലൂടെ കൊടുക്കുക. अभी दावीद को परमेश्वर ने दावीद के जीवन में क्या क्या किया और क्या होने वाला है वो बात नादान के द्वारा दावीद को अभी बता रहा है. അത് ഗ്രഹിച്ചിട്ട് वो बात को सुनने के बाद समझने के बाद അവൻ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മളത് പിന്നീട് വായിക്കണം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. जब दावीद यहाँ पर क्या कहता है, आप लोग जरूर वो बुक पूरा भाग को वापस घर में बैठकर पढ़ना. അപ്പം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ 7:18 उसका 7 अध्याय का 18 वचन में, तब दाऊद राजा भीतर जाकर यहोवा के सम्मुख बैठा और कहने लगा. ഓക്കെ ഇത് പിന്നീട് എന്താ പറഞ്ഞത്? നാഥാൻ പ്രവാചകൻ പറഞ്ഞത് തന്നെ ഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. अभी यहाँ पर क्या कह रहा है, जो नादान भविष्यवक्ता ने आकर के जो भी बात बोला वो समझने के बाद में आभार भरा दिल से प्रभु को धन्यवाद दे रहा है. കാരണം ഇവിടെ ദൈവം കുറെ നേരം കാര്യങ്ങൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. अभी प्रभु ने पहले उनके जीवन में बहुत कुछ कार्य कर चुके हैं. കാരണം നീ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന നിന്നെ, जिस समय में तू भेड़ बकरियों को चराते थे, നീ സഞ്ചരിച്ചു വന്ന എല്ലാ സ്ഥലത്തും നിന്നെ രക്ഷിച്ച് ഞാൻ ഇസ്രായേലിനെ നിന്നെ പ്രഭുവാക്കി. है तुमने जहाँ जहाँ पर गया वहां से मैं तुमको बचा कर ला करके इसराइल की प्रभु बनाया. ഞാൻ നിന്റെ ശത്രുക്കളെ കീഴടക്കി. मैंने तेरे दुश्मनों को तुम्हारे अधीन कर दिया. നിന്റെ സിംഹാസനം ഞാൻ ഉറപ്പിച്ചു. मैंने तेरे सिंहासन को स्थिर किया. എന്നിട്ട് പിന്നെ 11 മുതലുള്ള വാക്യങ്ങൾ താപ്പോട്ട് പറയുന്നുണ്ട്, जब उसकी 11 वचन से जब नीचे हम जब पढ़ता है, ഞാൻ നിനക്കൊരു ഗൃഹം പണിയും, मैं तुम्हारे लिए एक घर बनाएगा, ഞാൻ നിനക്ക് നിത്യമായ രാജ്യത്വം തരും. मैं तुम्हें हमेशा का राज देगा. ഇതെല്ലാം ഇത് ഗ്രഹിക്കണമെങ്കിൽ ദാവീദിന് ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. जब प्रभु कहने वाला इन बातों को सबको समझना है तो दावीद के अंदर एक नया हृदय, नया आत्मा और प्रभु की आत्मा जो होना जरूरी है. അപ്പൊ ദൈവം നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ, जब प्रभु हमसे अगर कुछ भी बात कहे, ഈ 3 കാര്യം ഇല്ലെങ്കിൽ മൃഗപ്രായന ദൈവം എന്ത് പറഞ്ഞാലൊന്നും. അപ്പം ദൈവം അത്ര പോഷനാണോ? ഞാനൊരു കാര്യം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അവന് ഗ്രഹിക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. देखो अगर ये तीनों बात हमारे में अगर काम की अवस्था में नहीं है तो प्रभु हमसे कहने वाला बात हम नहीं समझेगा करके प्रभु को भी मालूम है. അതുകൊണ്ടാണ് ആദ്യം തന്നെ ദൈവത്തെ ഗ്രഹിക്കാൻ തക്ക രീതി, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള നിലയിൽ നമുക്കൊരു പുതിയ ഹൃദയം, നമുക്കൊരു പുതിയ സ്പിരിറ്റ്, നമ്മളിൽ പരിശുദ്ധാത്മാവ്. प्रभु हमसे बात करने से पहले हम उसको समझने लायक है. प्रभु हमको एक नया मन और एक नया आत्मा और पवित्र आत्मा दे करके प्रभु हमसे बातें करता है. അപ്പോൾ ഇനി ദാവീദ് അങ്ങോട്ട് എന്തെങ്കിലും ഒരു പുതിയ ദൈവം പറയാത്തൊരു കാര്യം പറയുന്നില്ല. अभी जो परमेश्वर ने नहीं कहा हुआ एक बात दावीद यहाँ पर नहीं कहा था, അതിന് നന്ദി പറഞ്ഞതുകൊണ്ട് वो उसके लिए दिल से आभार भरा दिल से धन्यवाद दे रहे. അങ്ങനെ അത് തന്നെ നിവർത്തിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ओ प्रभु तुम वही बात को निभाओ बोल करके ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതല്ലേ കൂട്ടായ്മ? प्रभु को महिमा देता है. यही तो संगति है ना. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ നമ്മൾ അടച്ചിട്ട് റൂമിൽ ഇരുന്നു കൊണ്ട് ഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ
നമുക്ക് സമയം പോരാ പ്രിയമുള്ളവരെ. प्रियो, हमारे जीवन में प्रभु ने कितना अनगिनत उपकार किया और जो हमारे लिए होने वाला है वो बातों को अगर हम इस प्रकार तीनों बात, आपको याद है ना, अच्छा नया मन और नया आत्मा और प्रभु की आत्मा, इस आत्मा में प्रभु की इन बातों को समझ करके प्रभु को हम आभार भरे दिल से धन्यवाद देते रहेगा, तो यही तो संगति है ना. इससे बढ़कर के एक संगति क्या, ഇത് പ്രാർത്ഥനയാണോ? ये क्या प्रार्थना है क्या? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കില്ലാത്ത കാര്യം ദൈവത്തിൽ ചോദിക്കുന്നതാണ്. प्रार्थना का मतलब क्या है कि हमें जो जरूरत बात है हम प्रभु से मांगते हैं. അപേക്ഷയാണോ? ये क्या याचना है? എന്തെങ്കിലും അഭ്യർത്ഥനയാണോ? ये कोई बिंदी है? ഇതിനേക്കാൾ എല്ലാം വലുതായ ഒരു കാര്യം. प्रियो, इन सारे बातों से बढ़कर एक बात है. അതിൽ ഒരു ആ ദൈവം അവനോട് സംസാരിച്ചതിൽ ഒരു കാര്യം മാത്രം നമുക്ക് സമയം കിട്ടുമ്പോൾ അത് വായിച്ചാൽ മതി. जब हमें हम जो प्रभु ने उनसे कहा हुआ उनमें से बहुत बातें हैं, लेकिन एक बात यहाँ पर पढ़ेंगे. आपको जब समय मिलता है तो आप पूरा पढ़िएगा. 25 വാക്യം, उसका 25 वचन, पहला शमूएल, दूसरा शमूएल 7:25. अब हे यहोवा परमेश्वर, तूने जो वचन अपने दास के और उसके घराने के विषय में दिया है उसे सदा के लिए स्थिर कर और अपने कहने के अनुसार. അതെ, എന്തെങ്കിലും ഗ്രഹം പണിയണമെന്ന് ദാവീദ് പറയുകയാണോ? अभी एक घर मेरे लिए तैयार करो करके दावीद ने प्रभु से कहा क्या? എന്താണ് കൂട്ടായ്മ? संगति क्या है? നീ എനിക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അങ്ങനെ തന്നെ ആട്ടെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നതാണ് കൂട്ടായ്മ. प्रियो, प्रभु जो भी अपने विषय में कहता है वो बात ऐसे ही होने दे करके कहना है संगति. അപ്പൊ 27 വാക്യം പിന്നെയും നമ്മൾ കാണുകയാണ്. 27 उसके 27 वचन में वापस हम देखता है, क्योंकि हे सेनाओं की यहोवा, हे इस्राएल के परमेश्वर, तूने यह कहकर अपने दास पर प्रकट किया है कि मैं तेरा घर बनाऊंगा. അപ്പൊ ഇനി നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെയും, यदि हम प्रार्थना भी अगर करें तो भी, അപ്പം ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥനയുണ്ട്. ये संगति में जरूर प्रार्थना है. അപ്പം നീ വെളിപ്പെടുത്തിയ കാര്യം നിവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് എനിക്ക് ധൈര്യമുണ്ട്. प्रियो, प्रभु यहाँ पर दावीद क्या बोलता है? प्रभु आपने जो भी प्रकट करके बनाया वो आप पूरा कर, उसके लिए दावीद को याद है. ദൈവത്തിന്റെ ഹൃദയത്തിൽ പോലും അറിയാത്ത വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അത് കിട്ടുന്നത്? प्रियो, प्रभु का हृदय में प्रभु हमारे लिए सोचा ही नहीं. ऐसा बात अगर हम मांगेगा तो कैसे हमको मिलेगा? ഈ യെശയ്യാവ് യിരെമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അയക്കാതെ ചില പ്രവാചകന്മാർ വന്ന് ചിലതൊക്കെ പറയുന്നു, എന്റെ ഹൃദയത്തിൽ അത് വന്നിട്ടില്ല, എനിക്ക് തോന്നിയിട്ടുമില്ല. आपको मालूम है यिर्मयाह नबी कहता है कि मैं ना भेजे हुए कुछ झूठे भविष्यवक्ता लोग जाते हैं, मैंने कभी दिल में सोचा ही नहीं, ऐसा मैंने कहा बोल के वो लोग कहता है, ऐसे लोग भी है. അപ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ് 27 വാക്യത്തിന് അവസാനം, ഈ കാര്യമൊക്കെയും പറയാൻ എനിക്ക് ധൈര്യം കിട്ടി, കാരണം നീ എന്നോട് പ്രവാചകൻ മുഖാന്തരം സംസാരിച്ചല്ലോ ഇതൊക്കെ തരാമെന്ന്. उसी 27 अध्याय वचन का मतलब दूसरा शमूएल 7 अध्याय का 27 वचन के आखिरी में दावीद कहता है कि प्रभु ये सारे बातें आपने मुझसे कहा, इसलिए मैं ये आपको धन्यवाद देता हूँ. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ, स्वर्ग के सारे आत्मिक अनुग्रह में प्रभु ने हमको आशीष दिया करके कहने पर നമ്മൾ ആ അനുഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തോട്, ദൈവമേ ആ വാഗ്ദത്തം എനിക്കുള്ളത് കൊണ്ട് സ്തോത്രം, നീ അതിനെ ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം വരുവാൻ ആമീൻ എന്ന് പറഞ്ഞാൽ മതി. നമ്മള് प्रियो, हमें प्रभु ने आशीष दे दिया है और हम उस विश्वास से प्रभु आपने मुझको इस प्रकार का आशीष दिया है बोलकर सिर्फ हमें आमीन कहना है, उसके अलावा कुछ और कुछ बोलने की जरूरत नहीं. നമുക്ക് ദാവീദിനോട് ദൈവം പറഞ്ഞതിനേക്കാൾ അധികമായ വാഗ്ദാനങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. प्रियो, जो दावीद से प्रभु ने जो वचन दिया, वायदा दिया, उसे कितनी लाखों गुना बढ़कर के प्रभु ने हमको वचन और वायदा दिया है. ഇവിടെ ദാവീദിനോട് പറഞ്ഞ സംസാരിച്ച ചില വിഷയങ്ങളെ കുറിച്ച് यहाँ पर जो परमेश्वर ने दावीद से कहा हुआ कुछ बातों के बारे में നമുക്ക് വീണ്ടും 89 സങ്കീർത്തനക്കാരൻ അത് ഏറ്റു പറയുന്നുണ്ട്. जब इसका बारे में 89 भजन संगीता में भजन संगीतकार उसका बारे में हम दोहराते हुए कहता है. 89 भजन संगीता में അത് ആ ദാവീദിനോട് ദൈവം സംസാരിച്ചത് വേറൊരു മനുഷ്യൻ അത് ഗ്രഹിച്ചിട്ട് അവനും ദൈവത്തിന് നന്ദി പറയുകയാണ്. जब दावीद से कहा हुआ और किया हुआ कामों के बारे में और एक भक्त जन समझने के बाद में वो कहने वाला बात है. അപ്പൊ അവിടെ അതിന്റെ 89 സങ്കീർത്തനം उसका 89 भजन संगीता അതിന്റെ 35 വാക്യം, उसका 35 वचन, 36 വാക്യം, और उसका 35 36. एक बार मैंने अपनी पवित्रता की शपथ खा चुका हूँ, मैं दाऊद को कभी धोखा न दूंगा, उसका वंश सर्वदा रहेगा
और उसकी राजगद्दी सूर्य के समान मेरे सम्मुख ठहरी അപ്പൊ रहेगी। ദാവീദിന്റെ രാജഗ്രഹത്തെ കുറിച്ചാണ് ദൈവം സംസാരിച്ചത്. अभी दावीद का उस राजगर के बारे में प्रभु यहाँ पर कहा। അത് ഈ സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കി. अभी ये भजन संगीतकार उसने समझा എന്നിട്ട് പറയുകയാണ്, और कहता है ദൈവം ദാവീദിനോട് സംസാരിച്ചത് അവന്റെ വിശുദ്ധിയെ ചൊല്ലിയാണ്. കാരണം ദൈവം ഫോഷ്ക്ക് പറയത്തില്ല. जब परमेश्वर ने दावीद से जो कहा उसकी पवित्रता की शब्द गा करके कहा। അപ്പൊ ഈ മനുഷ്യൻ അത് അനുഗ്രഹിക്കപ്പെടുകയാണ്. अभी यहाँ पर ये व्यक्ति भी उसको पढ़ करके आशीषित हो रहा है। കാരണം അവിടെ അതിന്റെ 33-ാം വാക്യം, उसका 33 वचन में എന്റെ ദയ ഞാൻ അവങ്കൽ നീക്കളയുകയില്ല, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയുമില്ല. अभी यहाँ पर बोलता है कि अपनी करुणा उस पर से ना हटाऊंगा और ना सच्चाई त्याग कर झूठा ठहरूंगा। ഇതാണ് നമ്മൾ 92-ാം സംഘത്തിൽ വായിച്ചത്. രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും ഞാൻ വർണ്ണിക്കും. यही बात हमने 92 भजन संगीता में देखा है कि हर भोर को परमेश्वर की दया बार बार होते रहता है और रात पर भी प्रभु उसके संगति में रहता है। അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ जब प्रभु के वचन जब पढ़ता है, ദൈവം നമ്മെ ഏതെല്ലാം രീതിയിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു എന്ന് പുതിയ ഹൃദയത്തിൽ പുതിയ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കുകയാണ്. जब प्रभु ने हमको क्या क्या वचन दिया है, वायदाएं दिया है, ये हम नया मन में नया आत्मा में पवित्र आत्मा हमको सिखाता है, बताता है, समझाता है। ഈ കാര്യമാണ് ദാവീദിനോട് സംസാരം അധികമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നമ്മൾ വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. प्रियो, यही बात जो दावीद से कहा उससे बढ़ करके प्रभु हमसे कहता है, वो बात वचन में दिया है। നമുക്ക് ആ വാക്യം നോക്കാം. 2 കൊരിന്ത്യർ जब उस वचन को आप देखेंगे, 2 कोरिन्थी 1-ാം അധ്യായം, उसका 1 अध्याय, അവിടെ അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ उसका 19 वचन से जब हम पढ़ेंगे, क्योंकि परमेश्वर का पुत्र यीशु मसीह, जिसका हमारे द्वारा अर्थात मेरे और सिल्वानुस और तीमुथियुस के द्वारा तुम्हारे बीच में प्रचार हुआ, उसमें हाँ और नहीं दोनों ही नहीं थे, परंतु उसमें हाँ ही हाँ हुई। അപ്പൊ ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ എല്ലാം എന്നാണ്. കാരണം ദൈവം തന്നെ വിശുദ്ധിയെ ചൊല്ലി. ഇനി നമ്മളോട് ദൈവം ചെയ്യുന്നത് ക്രിസ്തു മുഖാന്തരമാണ്. प्रयोग दावीद के साथ जो प्रभु ने किया है, वो अपनी पवित्रता के संबंध में प्रभु ने आकर के सब कुछ किया, परंतु प्रभु हमसे जो कहता है वो मसीह के द्वारा है। मसीह के द्वारा हमसे जो भी कहा है उसमें सब आ है। ഇതിന് അവിടെ വാക്യാണ്, वहां पर ऐसे पढ़ता है, ദൈവത്തിന്റെ വാഗ്ദത്തം 20-ാം വാക്യം, उसका 20वां वचन, क्योंकि परमेश्वर की जितनी प्रतिज्ञा है वे सभी उसी में हाँ के साथ हैं, इसलिए उसके द्वारा आमीन भी हुई कि हमारे द्वारा परमेश्वर की महिमा हो। പ്രൈസ് ദി ലോർഡ്. प्रेज़ द लॉर्ड। നോക്കുക, ഒരു വാഗ്ദത്തം കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. प्रियो, एक वायदा जब हमें देखने में आता है तब हम प्रभु को धन्यवाद देता है। ഈ വചനത്തിൽ വാഗ്ദാനങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. प्रियो, पवित्र शास्त्र में पूरा प्रभु का वचन और वायदाओं से भरा हुआ है। അപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോൾ जब हम वचन पढ़ता है, ഈ വാഗ്ദത്തം നമുക്ക് തന്നത് ദൈവം സംസാരിക്കുകയാണ് നമ്മളോട്. ये वायदा प्रभु ने जो हमको दिया वो प्रभु हमसे बातें कर रहा है। അതിന് നമ്മൾ എന്ത് ചെയ്യണം? हम उसके लिए क्या करना चाहिए? നാദാം പ്രവാചകൻ പറഞ്ഞതുപോലെ അത് കേൾക്കണം. नादान भविष्यवक्ता ने जैसे दावीद को कहा वैसा हमें सुनना। വചനം വായിച്ചു ഗ്രഹിച്ചു. वचन हमने सुना और पढ़ा या उसको ग्रहण किया। എന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു? फिर दावीद ने क्या किया? റൂമിന്റെ അകത്ത് പോയി വാതിലടച്ചു. वो कमरे में जाकर कमरा बंद किया। നമുക്ക് അരമനയൊന്നുമില്ല. अभी हमारे लिए कोई महल नहीं, നമ്മൾ അടയ്ക്കേണ്ട വാതിൽ ഈ കണ്ണങ്ങ് അടയ്ക്കുക. हमारा जो द्वार बंद करने का अर्थ हमारा आंख बंद करना। എന്നിട്ട് ആ വായിച്ച വാഗ്ദത്തം അങ്ങ് ഗ്രഹിക്കുക. इसके बाद में प्रभु ने जो वचन दिया, वायदा दिया, उसको हमें आत्मा में उसको ग्रहण करना, समझना। ദാവീദ് പറയുമ്പോൾ പുൽപ്പുറത്ത് ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന എന്നെ ഇസ്രായേലിലെ പ്രഭു ആക്കിയല്ലോ എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയം നിറഞ്ഞ് കല്ല് പോലുണ്ടായിരുന്ന ഹൃദയം ഇപ്പോൾ അങ്ങ് മാംസമായി ദൈവത്തിന് 1000 സ്തോത്രം പറയുകയാണ്. അത് നിർജീവ വസ്ത്രം, ഒരു കീർത്തുണിയ പഴന്തുണിയും ഉടുത്ത് നരകത്തിലേക്ക് യാത്ര ചെയ്ത് വ്രണങ്ങളുമായി ഇരുന്ന ഈ കുഷ്ഠരോഗിയായ എന്റെ വ്രണങ്ങൾ എല്ലാം രക്തം കൊണ്ട് കഴുകി പുതിയ ഉടുപ്പിടിപ്പിച്ച് എനിക്ക് ജീവൻ തന്ന് പുതിയ ആത്മാവിനെ തന്ന് പുതിയ പരിശുദ്ധാത്മാവിനെ തന്ന് എന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും അവന്റെ ഹൃദയം, അപ്പാ പിതാവേ നീ എനിക്ക് എത്ര നല്ലവനാണ്, അവന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. देखिए, वो अकेला में उस कमरे में जाकर के प्रभु की ओर देख करके, ओ प्रभु मैं उस चढ़ाई में भेड़ बकरियों को चराते हुए
जीवन बिताता था, वहां से तू मुझको चुन करके अलग करके ला करके मुझे इसराइल के राजा बनाया। इतना ही नहीं प्रभु, मैं उस पाप की कोड में मैं ऐसा एक अनाथ होकर के तुझसे दूर होकर के मैं चलता था, अरे तो प्रभु इतना अनमोल अनुभव में आपके साथ बात करने लायक आपने मुझको कितना महान कर दिया। ये बात बोलने के समय में दावीद का आंगे भर करके आंसू बहाते हुए आभार दिल से वो प्रभु को धन्यवाद दे रहे। Praise the Lord. Praise the Lord. നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു വാക്യത്വം കണ്ടാൽ यो हम जब प्रभु का वचन पढ़ने के समय में जब प्रभु का कोई एक वायदा को देखता है तो അവിടെ നമ്മൾ കൈവെക്കണം. हमें उस वायदे पर हाथ लगाना। ക്രിസ്തുവിൽ എനിക്കുള്ള വാക്തത്വമാണിത്. ये मसीह में मुझे मिला हुआ वायदा है। പല പ്രാവശ്യം ഞാനത് വായിച്ചു, मैंने कई बार उसको पढ़ा, എനിക്കത് ഗ്രഹിച്ചില്ല. मैं उसको सही समझा। ഇപ്പോൾ പിതാവേ, परंतु अभी प्रभु നിന്റെ പുത്രൻ ഊപെന്ന് പറഞ്ഞ ഈ വാക്തത്വം आपके पुत्र के द्वारा मुझे हाँ करके कहा हुआ ये वायदा എനിക്കുള്ളതിനായി സ്തോത്രം. मेरे लिए है, उसके लिए धन्यवाद। ഓ ദൈവം എത്ര നല്ലവനാണ്, വാഴ്ത്തുകയാണ്. प्रभु हम हमारे लिए कितना भला है करके हम प्रभु को महिमा देता है। തിരുവചനം വായിക്കുമ്പോൾ ഒന്നും കിട്ടാത്തത് എന്തുകൊണ്ടാ? प्रियो प्रभु का वचन पढ़ने के समय में हम कुछ भी प्राप्त क्यों नहीं करता? കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാ. क्योंकि सही संगति नहीं है। ദൈവവുമായി നല്ല കൂട്ടായ്മയാണെങ്കിൽ ദൈവം ദിനംതോറും, ഞാൻ പറയാണ്, എന്റെ ആടുകൾക്ക് ഞാൻ പുതിയ പുതിയ മേച്ചസ്ഥലം കൊടുക്കും. प्रियो प्रभु के साथ सच्चा संगति रखता है तो प्रभु का ये वायदा है, मैं मेरी भेड़ों को हमेशा नया नया हरी हरी चराई में चराएगा। അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, हम प्रभु का वचन में पढ़ता है, അവിടെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ഇങ്ങനെ നമുക്ക് അവിടെ താപ്പോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ അതിലെ 12ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. जब उसका 12 वचन में हम उसके वायदा के बारे में जब पढ़ता है, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, അതല്ല, അവന്റെ വാക്തത്വം പ്രാപിക്കാൻ നിരന്തരം, ഏതോ ഒരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ വാക്തത്വങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, അത് നമ്മുടെ സഹിഷ്ണുതയാൽ അത് പ്രാപിക്കും. अभी उनकी जितना भी वायदा है वो अपन धीरे के साथ उसके बाद करेगा, 10ാം അധ്യായം, उसको प्राप्त करेगा। जब 10ാം उसका 10 अध्याय 10ാം അധ്യായത്തിന്റെ 36ാം വാക്യം, मतलब इब्रानियों എബ്രായ ലേഖനം 10 अध्याय का 36। अभी अपन कुरिन्थियों में था, वहां पर नहीं, आप उसके खोज में था, इसलिए എബ്രായ ലേഖനം 10ന്റെ इब्रानियों 10 अध्याय 36 उसका 36। क्योंकि तुम्हें धीरज धरना अवश्य है ताकि परमेश्वर की इच्छा को पूरी करके तुम प्रतिज्ञा का फल पाओ। അപ്പൊ നമ്മൾ നേരത്തെ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച വാക്തത്വങ്ങൾ, अभी हमने कुरिन्थ मंडली में हमने जो पढ़ा था, प्रभु का जितना भी वायदा है वो वायदा है। എത്ര വാക്തത്വങ്ങൾ ഉണ്ട്, അതെല്ലാം कितना भी वायदा है वो सारे वायदा है। അതെല്ലാം കൂട്ടായ്മയിലൂടെ നമുക്ക് തെളിഞ്ഞു വരികയാണ്. ये सब प्रभु के संगति में होने के कारण हमें उसको प्रकट करके मिलता है। പക്ഷെങ്കിൽ കൂട്ടായ്മ ഇല്ലാത്ത വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. परंतु जो व्यक्ति संगति में नहीं है उसको ये बातें कभी नहीं समझेगा। അപ്പം ഈ ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. जब परमेश्वर की इन वायदाओं को प्राप्त करने के लिए धीरज हमें चाहिए। അവിടെ നമ്മൾ നേരത്തെ വായിച്ചു, हमने पहले पढ़ा था ദാവീദിന് എങ്ങനെ ധൈര്യം ഉണ്ടായി, നമ്മൾ വായിച്ചു. दावीद को कैसे हिम्मत मिला। 2 കൊരിന്ത്യർ 7ാം അധ്യായത്തിൽ 27ാം വാക്യത്തിൽ, എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാക്തത്വങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ നിന്നോട് ചോദിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായി. मतलब 2 കൊരിന്ത്യർ, സോറി 2 ശമൂവേൽ അതിന്റെ 7ാം അധ്യായത്തിന്റെ 27ാം വാക്യത്തിലുണ്ട്. मतलब दूसरे शामुएल उसका 7 अध्याय का 27 वचन में है। दूसरा शामुएल 7 अध्याय का 27 वचन, എനിക്ക് ധൈര്യം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. मुझे हिम्मत मिला या मैं मुझ में मतलब याब हुआ। 27 दूसरे शामुएल क्योंकि है उसका 7 अध्याय का 27 वचन, क्योंकि हे सेनाओं के यहोवा, हे इस्राएल के परमेश्वर, तूने यह कहकर अपने दास पर प्रकट किया है कि मैं तेरा घर बनाऊंगा, इस कारण तेरे दास को तुझसे यह प्रार्थना करने का हिवा हुआ है। എങ്ങനെ ധൈര്യം ഉണ്ടായി? ये कैसे उसको हिम्मत मिला, याव मिला? ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ ഗ്രഹിച്ചപ്പോൾ, होंगे प्रभु ने दिया हुआ उन वायदाओं को जिन्होंने ग्रहण किया तब। അപ്പോൾ ആ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ അതിന്റെ നമ്മളിപ്പോൾ വായിച്ചത്. जब उन वायदाएं क्या क्या है करके अभी हमने दूसरा कुरिन्थी 1 अध्याय का 20 वचन में पढ़ा। ഇനിയും अभी भी ഈ ധൈര്യം, ഇതിപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ, अब जो जो ये याब जो प्रभु ने जो वचन में दिया,
അതായത് 10:35 വായിച്ച്. എബ്രായ ലേഖനം 10:35. इब्रानियों उसका 10 अध्याय का 35 वचन पढ़ेंगे. इब्रानियों 10 अध्याय का 35. इसलिए अपना हिवा न छोड़ो, क्योंकि उसका प्रतिफल बड़ा है. നോക്കുക, കണ്ടോ? അപ്പൊ ധൈര്യം എങ്ങനെ ഉണ്ടാവും? इसका मतलब अभी हमारा याब नहीं छोड़ना, लेकिन याब कैसे मिलेगा? ശുദ്ധ ഹൃദയം, हमें शुद्ध हृदय होना പുതിയ ആത്മാവ്, नया मन और आत्मा होना चाहिए. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം. जब हम आत्मा में इन वायदाओं को जब समझेंगे, हमें प्रभु से बात करने के लिए, प्रार्थना करने के लिए याब होगा. ആ ധൈര്യം തള്ളിക്കളയരുത്. वो याब अभी भी इनकारना नहीं. ആ ധൈര്യത്തിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. उस याब को बड़ा प्रतिफल है. നമ്മൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ? क्या हम उस बात को विश्वास करेंगे? ദൈവം ഏതിനൊക്കെ പ്രതിഫലം തരുന്നത്? प्रभु किन किन बातों के लिए प्रतिफल देगा? നമ്മുടെ ഓരോ വാക്കിനും പ്രതിഫലം തരും. हमारा एक एक शब्दों को प्रभु प्रतिफल देगा. ആത്മാവിലാണെങ്കിൽ. आत्मा में है तो ഇവിടെ പറയുകയാണ്, यहाँ पर कहता है, നമ്മൾ ധൈര്യഹീനരായാൽ നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടമായി പോവുകയാണ്. अगर हम अपना याब छोड़ देगा तो हम प्रतिफल को नष्ट करेंगे. ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും ധൈര്യഹീനരായിട്ട് നമ്മൾ വളരെയധികം പ്രയാസപ്പെടുന്നു. कई बार हम छोटी छोटी बातों में हम अपनी याब छोड़ करके बहुत दुखी बन जाते हैं. പക്ഷെങ്കിൽ നമുക്കത് എന്തൊരു നഷ്ടം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. परंतु वो बात हमें कितना बड़ा नुकसान लाएगा करके हम नहीं जानते. കാരണം നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളുടെ ഗ്രാഹ്യം ഉണ്ടാവുകയുള്ളൂ. यदि हमें प्रभु के साथ सच्चा संगति रहेगा, तभी हमें इस बातों का समझ मिलेगा. നമ്മൾ ശമൂവേലിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. हमने शमूएल के बारे में पढ़ता है, യഹോവയുടെ ഒരു വചനവും അദ്ദേഹം നഷ്ടമാക്കിയില്ല. यह प्रभु का एक भी वचन को उन्होंने निष्फल होने नहीं दिया. എന്നാൽ ദൈവം പറഞ്ഞ ഒരു വാക്തത്വവും അത് വൃഥാവെന്ന് പറഞ്ഞില്ല. परमेश्वर ने दिया हुआ वायदा एक भी निष्फल अवस्था में नहीं. കാരണം മനുഷ്യൻ പറയുന്ന വാക്തത്വം പോലെ അല്ല ദൈവം പറയുന്നത്. क्योंकि जो मनुष्य कहता है वैसे नहीं परमेश्वर कहता. ദൈവം ക്രിസ്തുവിൽ യെസ് എന്ന് പറഞ്ഞാൽ യെസ് എന്ന ഭൂമിയിൽ ദൈവത്തിന് മഹത്വം വരാൻ ഞാൻ ആമീന്ന് പറഞ്ഞാൽ മതി എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത്. जो भी बात यीशु मसीह में हमें वायदा मिला, उन सारे बातों में हमें सिर्फ आमीन कहना काफी है करके हमने पहले पढ़ा. അപ്പോൾ എങ്ങനെ നമുക്ക് ധൈര്യം ഉണ്ടാവും? कैसे हमें याव मिलेगा? എങ്ങനെ ഉണ്ടാവും? कैसा मिलेगा? ദൈവത്തോടുള്ള കൂട്ടായ്മ. प्रभु के साथ का सच्चा संगति. ദാവീദ് ഇങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ ദാവീദ് ധൈര്യം ഉണ്ടായില്ല. എന്നാൽ നാഥാം പ്രവാചകൻ പറഞ്ഞു, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയൊക്കെയാണ്. दावीद को प्रभु के साथ इस प्रकार प्रार्थना करने के लिए हिम्मत नहीं था, लेकिन नादान भविष्यवक्ता आकर के परमेश्वर का तेरे प्रति योजना इस प्रकार है करके जब कहा, उस समय में दावीद को हिम्मत मिला. പ്രിയമുള്ളവരെ, നമ്മളെ എത്രയധികം प्रियो, अगर ऐसा है दावीद को इस प्रकार का हिम्मत मिला है, तो उसे कितना बढ़कर हमें हिम्मत होना चाहिए. പ്രൈസ് ദി ലോർഡ്. हालेलुया. അതിമഹാപ്രതിഫലം സാധാരണ അല്ലെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്ന ആ അവിടെ വാക്യം यहाँ पर जो इब्रानियों 10 अध्याय का 35 वचन में क्या है कि तुम्हारा जो याब है उसको बड़ा प्रतिफल है, इसलिए याब नहीं छोड़ना. ചെറിയ പ്രതിഫലമല്ല. वो छोटा एक प्रतिफल की बात नहीं. നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല, हमारा आंख नहीं देखा ചെവി കേട്ടിട്ടില്ല, और कान में नहीं सुना, ആരുടെയും ഹൃദയം തോന്നിയിട്ടില്ല. और हृदय में कभी सोचा नहीं. ആ മഹാപ്രതിഫലമുള്ള वो बहुत बड़ा प्रतिफल पाने वाला, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. वो उस हिम्मत को, याब को नहीं छोड़ना. പൗലോസിനൊക്കെ ഇത്രയും ധൈര്യം ഉണ്ടായതുകൊണ്ടാണ് परिचित पौलुस को इतना याब कैसे मिला? ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അവൻ മുറുകെ പിടിച്ചു. क्योंकि प्रभु ने जितना भी वायदाएं दिया, उन्होंने उस वायदाओं को मजबूत थामा. കാരണം എന്റെ മഷിക, ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തുവിൽ ഇല്ല ഇല്ല എന്നില്ല. അതാണ് ശിലാന്യാസം ഞാനും പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കലും ഉവ്വ് എന്നിട്ട് പിറ്റേ ദിവസം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. अभी यहाँ पर पौलुस को ये बात क्लियर मालूम था, मैं और सिलवानोस ने जो भी बात कहा वो प्रभु यीशु मसीह कुछ समय में हाँ, कुछ समय में ना, ऐसा नहीं था. उसमें हर एक बात हाँ है, हाँ की हाँ है. അപ്പോൾ ഈ ധൈര്യത്തോടെ ജീവിക്കുന്നതിനെയാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത്. इस याब के साथ जीने वाला व्यक्ति के बारे में प्रभु का वचन कहता है, मेरा धर्मी जन विश्वास से जीवित रहेगा. എന്താ വിശ്വാസം? क्या है विश्वास? ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിലുള്ള അഷ്വറൻസ്, അതിന്റെ കൺവിക്ഷൻ, അതിന്റെ ഉറപ്പ്, ദൈവം പോസ്റ്റ് പറയത്തില്ല എന്നുള്ള ഉറപ്പ്. प्रभु ने जितना ही वायदा दिया है वो सारे वायदा जैसे कहा वैसा पूरा होगा, ये बात का निर्णय. ഒരു വിശ്വാസി അപ്പോൾ ആരാണ്? एक विश्वासी उस समय में कौन है? ദാവീദിനേക്കാൾ അധികമായ, പുതിയ നിയമസഭയിലെ ഒരു വ്യക്തി ദാവീദിനേക്കാൾ അധികമായ വാഗ്ദാനത്തിന്റെ ഉടമസ്ഥനാണ്. प्रियो, दावीद से बढ़ करके प्रभु की वायदाओं का वो स्वामी है, मालिक है. അതുകൊണ്ടാണ് തിരുവചനം വിശ്വാസികളെ വാഗ്ദാനത്തിന്റെ ഉടമസ്ഥർ എന്ന് വിളിക്കുന്നത്. इसलिए नए नियम की मंडली को पवित्र शास्त्र क्या बोलता है? हरेक वायदाओं का स्वामी. നമുക്ക് അവിടെ എബ്രായ ലേഖനം 6 അധ്യായത്തിലെ 27 വാക്യം ഒന്ന് വായിക്കാം. 17 വാക്യം. इब्रानियों 6 अध्याय का 17 वचन. इब्रानियों 6 अध्याय का 17 वचन. इसलिए जब परमेश्वर ने प्रतिज्ञा के वारिसों पर
और भी साफ रीति से प्रकट करना चाहा कि उसका उद्देश्य बदल नहीं सकता, तो शपथ को बीच में लाया। അപ്പൊ അവിടെ വായിക്കുകയാണ് വാഗ്ദാനത്തിന്റെ അവകാശികൾ എന്ന് കണ്ടോ. वहां पर उन वायदाओं की अवकाशियों के लिए ആ നമ്മൾ വാഗ്ദാനം ഒന്നും ഗ്രഹിച്ചില്ലെങ്കിൽ എങ്ങനെ അവകാശിയാകുന്നത്? अगर हमने वायदा ही नहीं पाया तो बारिश कैसे होगा? അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ എണ്ണിത്തീരാത്ത വാഗ്ദാനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ധൈര്യമാണ് അവന്. अभियोग गिन नहीं सकता, इतनी वायदाएं प्रभु ने हमें दिया है तो हमें कितने याब होने चाहिए. അപ്പോൾ അവിടെ വായിക്കുകയാണ്, अभी हम पढ़ता है എന്നിട്ട് ഈ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിനെയാണ് എന്റെ നീതിമാൻ, ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കുമെന്ന് 10-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ വായിക്കുന്നത്. जब इस प्रकार प्रभु ने दिया हुआ उन प्रतिज्ञाओं को उसका मैं बारिश हूं ये जान करके उसको मजबूत थामे रहता, उसको याब के साथ उसको थामे रहता, उन लोगों के बारे में इब्रानियों 10:38 में कहता है मेरा धर्मी जन विश्वास से जीवित रहेगा. वो उनकी बारे में कहा. അപ്പോൾ അവിടെ നമ്മളെ ദൈവം പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ഇസാഖിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയാൻ ലജ്ജിച്ചില്ല. അവരുടെ പ്രധാന ഗുണം എന്തായിരുന്നു? ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ആണെന്ന് അവര് സത്യമായിട്ട് വിശ്വസിച്ചു. जब पुराने नियम में परमेश्वर ने मैं अब्राहम इसहाक याकूब का परमेश्वर करके कहने के लिए नहीं ले जाया करके कहा. क्यों कहा है कि क्योंकि प्रभु ने उनसे जो भी बात कहा उन लोगों ने उसको पूरा रीति में विश्वास किया. അത് നമ്മൾ റോമലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ ഒരു വിധത്തിലും അത് തന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ അറിഞ്ഞിട്ടും ഭാര്യയായ സാറയുടെ ശരീരത്തിൽ ഗർഭവാൻ നിർജീവത്വം അറിഞ്ഞിട്ടും ദൈവം വാഗ്ദത്തം ചെയ്തത് നൽകാൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസം ജീവിച്ചു. जब हम रोमियो का पत्री 4 अध्याय में अब्राहम के विश्वास के बारे में देखता है कि अब्राहम बुढ़ा हो गया और सारा बुढ़ी हो गया, उनको पुत्र जन्माने का सामर्थ्य खत्म हो गया, तो भी परमेश्वर ने कहा हुआ वायदा वो सत्य है, पूरा होगा करके उन्होंने विश्वास किया. വാഗ്ദാനങ്ങൾ കൈവശമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. प्रियो प्रभु के वचन को, वायदाओं को, प्रतिज्ञाओं को अपनाना एक छोटी बात नहीं. ഒരു വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കാൻ സാധ്യമായ ഒരു കാര്യവും ജഡത്തിൽ കാണത്തില്ല. എല്ലാം അവിശ്വാസമേ ഉള്ളൂ. प्रभु ने जो भी प्रतिज्ञा दिया है, वायदा दिया है, वो बातों को प्राप्त करने के लिए अपने मानसिक बुद्धि से, शारीरिक बुद्धि से नहीं हो सकता. അവിടെ നമുക്ക് അതിന്റെ 4-ാം അധ്യായം റോമലേഖനം 4-ാം അധ്യായം रोमियो का पत्री 4 अध्याय അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. उसका 18-19 वचन पढ़ेंगे. उसने निराश में भी आशा रखकर विश्वास किया, इसलिए कि उस वचन के अनुसार कि तेरा वंश ऐसा होगा, वह बहुत सी जातियों का पिता होगा. वह जो 100 वर्ष का था अपने मरे हुए से शरीर और सारा के गर्भ की मरी हुई सी दशा जानकर भी विश्वास में निर्बल न हुआ. നോക്കുക, അവൻ വിശ്വസിച്ചത് എന്തില്ല? എന്തെങ്കിലും അവൻ ദൈവത്തോട് ചോദിച്ചോ, ദൈവമേ എനിക്കൊരു മകനെ തരണം ചോദിച്ചോ? अभी अब्राहम इस पर विश्वास किया. क्या अब्राहम ने प्रभु मुझे को एक बेटा दे दो करके क्या मांगा? क्या ദൈവം അത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് മകനെ വേണ്ട, ഈ ഏലിയാസാർ മതി എന്നാ പറയുന്നത്. जब और एक बच्चा का वायदा प्रभु देता है तो यहाँ पर अब्राहम कहता है कि बस प्रभु अभी मेरे साथ ये जो एलियास रहे उतना काफी है. അപ്പൊ ദൈവം നമ്മളോട് പറയാത്ത ഒരു കാര്യം വിശ്വാസമായി എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്ര പോഷത്വമാണ്. प्रभु ने जो अगर हमें जो नहीं बताया है तो उस बात को लेकर के हम प्रार्थना करना कितना मूर्खता है. എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുമ്പോൾ परंतु प्रभु जब एक वायदा देता है, നമ്മുടെ ദൃശ്യമായ നമ്മുടെ കണ്ണുകൾക്ക് വിശ്വാസം കൂടാതുള്ള ആ മനുഷ്യന് ഒരു വിധത്തിലും അത് വിശ്വസിക്കാൻ പറ്റില്ല. प्रभु का आत्मा नहीं पाया, नया हृदय नहीं पाया है तो एक अविश्वासी जन प्रभु की वायदाओं को कभी भी विश्वास नहीं कर पाएगा. അതുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത്. ദൈവം പറയുന്നത് വിശ്വാസമാകുന്നത് ഒരു ശുദ്ധ ഹൃദയം, പുതിയ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ആമേൻ പറയാൻ കഴിയൂ. इसलिए प्रभु ने कहा हुआ हरेक उस वचन को, उस वायदाओं को, उन प्रतिज्ञाओं को हमें विश्वास करना है तो हमारे अंदर नया हृदय, नया आत्मा और प्रभु की आत्मा चाहिए, तभी हम ये बात को विश्वास कर पाओगे. അതുകൊണ്ട് നമ്മള് അബ്രഹാമിന് ആ വിശ്വാസം ക്ഷീണിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത വാഗ്ദാനം അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചില്ല. സാറായും വിശ്വസിച്ചു. ദൈവം വിശ്വസ്തനാണ് വാഗ്ദത്തം ചെയ്തത്. यहाँ पर अब्राहम विश्वास में कमजोर नहीं हुआ, क्योंकि प्रभु ने जो भी वचन प्रतिज्ञा दिया है वो प्रभु पूरा करेगा. प्रभु विश्वास योग्य है, वो सारा भी विश्वास किया और प्रभु का महिमा हुआ. നമുക്ക് 20-21 കൂടെ വായിച്ച് അവസാനിപ്പിക്കും. 4-20-21 उसी रोमियो 4 अध्याय का 20 और 21 वचन को भी पढ़ करके हम आज का संदेश समाप्त करेंगे. और न अविश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास में दृढ़ होकर
परमेश्वर की महिमा की और निश्चय जाना कि जिस बात की उसने प्रतिज्ञा की है वह उसे पूरी करने में भी समर्थ है। നോക്കുക, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് ചെയ്യാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വമാണ്. देखिए, अगर परमेश्वर ने एक प्रतिज्ञा दिया है तो परमेश्वर उसको पूरा करेगा करके विश्वास करना ये प्रभु के लिए महिमा है। ഈ ധൈര്യത്തിനാണ് പ്രതിഫലം. प्रियो, ये हिम्मत, ये याब को हमें प्रतिफल है। പ്രൈസ് ദി ലോർഡ്. हालेलुया। പ്രിയമുള്ളവരെ, ദൈവമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവർക്ക് എത്ര ആനന്ദമാണ്. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് അവനെ അങ്ങ് പൊതിയുകയാണ്. प्रियो, प्रभु के संगति में रहने वाले लोग कितने धन्य लोग हैं, क्योंकि ऐसा लोगों को प्रभु अपनी प्रतिज्ञाओं से उनको भर देता है। നമുക്ക് അത് ഉണ്ടാകണമെങ്കിൽ നിരന്തരമായ ഒരു കൂട്ടായ്മ ആവശ്യം. यदि हमें इन बातों को प्राप्त करना है तो या इसका प्रकाश पे चलना है तो हमें प्रभु के साथ एक निरंतर संगति की जरूरत है। കർത്താവ് നമ്മളെ അതിനായി ധാരാളമായി സഹായിക്കട്ടെ. प्रभु उसके लिए हम सबको बहुतायत से आशीष दे। ഈ വാഗ്ദാനങ്ങളുടെ ദൈവത്തിന് മഹത്വം. इस सारे प्रतिज्ञा देने वाला प्रभु को सारे महिमा ഈ ധൈര്യം തരുന്ന ആത്മാവിന് സ്തോത്രം. और ये याब देने वाला पवित्र आत्मा को धन्यवाद। ആമേൻ. हालेलुया। ഹല്ലേലൂയ. प्रभु का अनुग्रह आप सबके साथ हो। आमीन।